സാറുതേരെ നമസ്കാരം. ഇന്നപ്പോൾ ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ട് ഇറങ്ങിയതാണ്. ഇന്നലെ രാത്രി പോയി സിനിമ കണ്ട് മനുഷ്യനുള്ള സമയം പോയിരുന്നു. 10:30-ക്കായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ഷോ ഡെർബിയിൽ. സിനിമയുടെ പേര് വേറൊന്നുമല്ല, ഹൃദയപൂർവ്വം. അപ്പോൾ ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്ന ആൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സംവിധായകനാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സംവിധായകനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഈ അടുത്ത കാലഘട്ടത്തിലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട് പുള്ളി ഒരു പുതിയതായിട്ടൊന്നും തന്നെ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. ഫാമിലി ഓഡിയൻസ് എന്നാണ് പുള്ളി പറയുന്നത്. ഫാമിലി ഓഡിയൻസ് ആയാലും പുതിയ അറ്റംപ്റ്റിലുള്ള സിനിമകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ നമ്മളിത്രയും മെനക്കെട്ട് ഒരു മോഹൻലാലിൻ്റെ സിനിമ, ഇത്രയും വലിയൊരു സ്റ്റാറിൻ്റെ സിനിമ, അത് ഡേറ്റ് കയ്യിൽ കിട്ടിയിട്ട് ഒരു സിനിമ ഞാൻ ഇനിയെങ്കിലും പറയാണ്, ഒന്ന് വ്യത്യസ്തമായിട്ട് പിടിക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഫാമിലി ഓഡിയൻസ് ചെയ്തോളൂ. പക്ഷേ നിങ്ങൾ ഫാമിലി ഓഡിയൻസ് ഇപ്പോഴത്തെ കാലത്ത് എല്ലാ തരത്തിലുള്ള സിനിമകളും കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ചേരുവകൾ ചേർത്തുകൊണ്ട് കുറച്ചും കൂടി ആളുകൾക്ക്, എനിക്കറിയില്ല എന്താണ് ഈ ഇങ്ങനെയൊക്കെ സിനിമകൾ ഒരു മോഹൻലാലിൻ്റെ പ്രായത്തിനനുസൃതമായിട്ട് ഉള്ളൊരു സിനിമകൾ ചെയ്യൂ. ഇതിപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയിൽ സെക്കൻഡ് ഹാഫിൽ മോഹൻലാലിന് ഈ പറയപ്പെടുന്ന നായികയായിട്ട് പ്രേമം തോന്നുന്നു. മോഹൻലാൽ ഇതിനൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പം നമുക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അതുള്ള ക്യാരക്ടറിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവും. പക്ഷേ ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാത്തൊരു ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? അപ്പോൾ അത് മോഹൻലാലിൻ്റെ പ്രായം, ആ പെണ്ണിൻ്റെ പ്രായം, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സിനിമയിൽ. നിങ്ങൾക്കിതൊന്നും അറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. മോഹൻലാലിന് നമ്മളെന്തോരം ഭയങ്കര ചെറുപ്പമായിട്ട് തോന്നുന്നു, മമ്മൂട്ടി ഭയങ്കര ചെറുപ്പം, അവരെ കാണുമ്പോൾ നല്ല പ്രായം തോന്നുന്നുണ്ട്. നല്ല പ്രായം തോന്നുന്നു, രണ്ടുപേരും കണ്ടാലും നല്ല. പക്ഷെ എന്നാൽ അവർക്ക് അനുയോജ്യമായിട്ട് ഉള്ള സിനിമകൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജിൻ്റെ ലാസ്റ്റ് വന്ന എമ്പുരാൻ, കുഴപ്പമില്ല, നമുക്കത് ഡൈജസ്റ്റ് ആവും. എമ്പുരാൻ ഓക്കെയാണ്. അത് അവർ തുടരും. അപ്പോൾ അതുപോലെ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇതൊരു മാതിരി ഇങ്ങനെ നമ്മളെന്താ പറയുക, നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ സമയം, കണ്ടുകൊണ്ട് കാണാൻ വരുന്നവരുടെ പൈസ, ഇതൊക്കെ മനസ്സിലാക്കണം. ഈ സിനിമയിൽ ഒരു അപ്ലിഫ്റ്റ് ചെയ്യുന്നൊരു ഘടകങ്ങളും ഈ സിനിമയിലില്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്, ഒന്നും തന്നെ ഇല്ല ഈ സിനിമയിൽ. വളരെ മോശം സിനിമ, വളരെ മോശം സ്ക്രിപ്റ്റ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ എന്തോ അങ്ങനെ പോകുന്നു. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ അതും എന്തോ പോകുന്നു. തീരെ കണക്റ്റ് ആവാൻ പറ്റാത്തൊരു സ്റ്റോറി. എന്നെ സംബന്ധിച്ചിടത്തോളം അട്ര ഫ്ലോപ്പ് സിനിമയാണിത്. ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നതല്ല ഇത്തരത്തിലുള്ളൊരു സിനിമ. കാര്യം ശരിയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ്, ഇഷ്ടപ്പെട്ട സംവിധായകനാണ്, ഇഷ്ടപ്പെട്ട ആക്ടറാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ പൊട്ടയായിട്ടുള്ളൊരു സംഭവം പൊട്ട എന്ന് തന്നെ പറയും. പൊട്ട സിനിമയാണ്. വളരെ മോശം സിനിമ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള കുറേ എന്താ പറയുക, ഫീൽ ഗുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫീൽ ഗുഡ് മ്യൂസിക് ഇതിനുള്ളിൽ വരുന്നുണ്ട് എന്നല്ലാതെ അത് നമുക്ക് ഒരു പരിധി കഴിയുമ്പോൾ അരോചകമാണ്. അപ്പം ദയവ് ചെയ്ത് ഇനിയെങ്കിലും സത്യനന്ദിക്കാട് ഈ ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞ പരിപാടി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ, ഈ പട്ടണപ്രവേശം പോലുള്ള സിനിമകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ട് ആസ്വദിച്ച്, അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സന്ദേശം, ഇതൊക്കെ വളരെയധികം ആസ്വദിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. ഇപ്പോഴും ആസ്വദിക്കുന്നത്. ഞാൻ എപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ കാണുന്ന സിനിമകളാണ് ഇതൊക്കെ. മനസ്സിലായ ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളാണ്. ഇതിപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ ഞാൻ എന്താ പറയുക, എനിക്ക് ഒന്നും അറിയാൻ പാടില്ല. ഒരു ആസ്വാദകൻ എന്നല്ലൊക്കെ പറയും. നമുക്ക് ഇപ്പോൾ ആളുകൾ പറയും, നീ എന്നാൽ പോയി സംവിധാനം ചെയ്ത് പഠിക്കുക, നീ എന്നാൽ അതുപോലൊരു സിനിമ സംവിധാനം ചെയ്ത്. ഞാൻ സംവിധായകനല്ല, ഞാനൊരു ആസ്വാദകനാണ്. എൻ്റെ ആസ്വാദനത്തിനെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ കഴിയാത്തൊരു സിനിമയാണ് ഇപ്പം ഞാൻ ഈ കണ്ടിറങ്ങിയത്. ഞാൻ പറയും, വളരെ മോശം സിനിമ, വളരെ മോശം തിരക്കഥ, എന്തൊക്കെയോ. ഇപ്പോൾ അതിൽ എനിക്ക് ആകെ കൂടി ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, സിദ്ദിഖ് ഈ മോഹൻലാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രാർത്ഥനാ മുറിയിൽ പോയി പറയുന്ന കുറച്ച് ഡയലോഗുകളുണ്ട്. അതുകൾ നമുക്ക് കുറേ കൂടി എന്താ പറയുക, അതിനെ നമ്മൾ അംഗീകരിക്കുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള സംഭവം, അത് ആ ഒരു ഭാഗത്തെ കുറച്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഓർത്ത് വയ്ക്കാൻ തന്നെ ഒന്നുമില്ല ഈ സിനിമയിൽ. എനിക്ക് ഓർമ്മയില്ല എന്താ ഞാൻ കണ്ടിറങ്ങിയെന്നുള്ളത്. സത്യം പറയാം, എനിക്ക് ഡിമെൻഷ്യ ആണോ എന്നെനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ എനിക്ക് ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അത്രയും മോശം സിനിമ. എല്ലാവരും ഞാനീ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. വെറുതെ നമുക്ക് ഒരു റിവ്യൂ ഇടാം. മോഹൻലാൽ ഭയങ്കര രസമുണ്ട്, നായിക ഭയങ്കര സുന്ദരിയാണ്, അല്ലെങ്കിൽ ഭയങ്കര ആക്ടിങ്ങാണ്, ഭയങ്കര പാട്ടുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം. പക്ഷേ
എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഒരു ഒരു തരത്തിലുള്ളൊരു അപ്ലിഫ്റ്റ് എന്താ പറയുക, എൻ്റെ ആസ്വാദനത്തെ ഒരു വിധത്തിൽ സ്വാധീനിക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം ആരും കാണരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.